ഇപ്പോഴത്തെ സമൂഹം ശരിയല്ല, ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ശരിയല്ല, നമ്മുടെ സഭയുടെ പോക്ക് ശരിയല്ല, ഇന്നത്തെ ഭരണ സംവിധാനം ശരിയല്ല എന്നെങ്കിലും ഒരിക്കലെങ്കിലും ഇങ്ങനെ തോന്നാത്തതായി നമ്മിലാരും ഉണ്ടാവില്ല. പലപ്പോഴും ആ പ്രവാചക ശബ്ദം വളരെ ശക്തമായി നമ്മുടെ ഉള്ളിൽ അലയടിക്കുകയും ചെയ്യും. ഇതൊക്കെ ഒന്ന് നേരെയാക്കിയാൽ കൊള്ളാമെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. അസീസിയിൽ വിശുദ്ധ ഫ്രാൻസിസിനും ഇതേ തോന്നലുണ്ടായി. അദ്ദേഹത്തിൻ്റെ മാതൃക നമുക്ക് ഇന്നും 8 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും മാതൃകയാണ്. അന്നത്തെ സഭാ സംവിധാനത്തിലും പാളിച്ചകളുണ്ടായിരുന്നു. കർത്താവിനോട് ഏറ്റവും ചേർന്ന് നിൽക്കേണ്ടവർ അങ്ങനെയൊന്നും ആയിരുന്നില്ല ജീവിച്ചിരുന്നത്. ഫ്രാൻസിസ് എന്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. രണ്ടാമത്തെ ക്രിസ്തു എന്ന് പിന്നീട് സഭ വിളിച്ച അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് ആ സഭയ്ക്ക് പുറത്തു കടക്കാൻ നിന്നില്ല. അദ്ദേഹം പള്ളിയിൽ പോയപ്പോൾ സാൻ ദാമിയാനോ എന്ന ചാപ്പലിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അലയടിച്ച ശബ്ദം തകർന്നു കിടക്കുന്ന എൻ്റെ ദേവാലയം നവീകരിക്കുക എന്നായിരുന്നു. ആദ്യം കല്ലുകൾ ശേഖരിച്ചും പിന്നീട് ആത്മീയമായും അദ്ദേഹം അത് നവീകരിച്ചുകൊണ്ടിരുന്നു. ഒരിക്കലും പുറത്തു നിന്നല്ല, അകത്തു നിന്നുകൊണ്ട് ആദ്യം ചെയ്ത ജോലി തൻ്റെ ജീവിതം നവീകരിക്കുക എന്നതായിരുന്നു. നമ്മുടെ കുടുംബം നവീകരിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? ആദ്യപടി നമ്മുടെ ജീവിതം നവീകരിക്കുക എന്നാണ്. നമ്മുടെ ഇടവക നവീകരിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? ആദ്യപടി നമ്മുടെ ജീവിതത്തെ നേരെയാക്കുക എന്നാണ്. നമ്മുടെ സമൂഹത്തെ, ഭരണ സംവിധാനത്തെ, അതിൻ്റെ പാളിച്ചകളെ കുറയ്ക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ പാളിച്ചകൾ കുറയ്ക്കുക എന്നുള്ളതായിരിക്കട്ടെ അതിൻ്റെ ആദ്യപടി. ഒരു സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് അതിനെ നന്നാക്കാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കുമുള്ള മറുപടിയാണ് അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതം. അദ്ദേഹം സഭയിൽ നിന്നുകൊണ്ട് അന്നത്തെ സഭയെ നവീകരിച്ചിടത്തോളം വേറെ ഒരു വ്യക്തിയും ഒരുപക്ഷെ സഭയെ നവീകരിച്ചിട്ടുണ്ടാവില്ല. ഏതൊരു നവീകരണത്തിൻ്റെ തുടക്കവും ആത്മനവീകരണമാണ് എന്ന് അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആ ആത്മനവീകരണത്തിലേക്ക് ഫ്രാൻസിസിൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ.